ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂരി തയ്യാറാക്കി എടുക്കാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ചോറ് കൊണ്ടുണ്ടാക്കിയ ഭൂരി ആയതുകൊണ്ടാണ് ഇതുപോലെ കറങ്ങാൻ സാധിക്കുന്നത്. നല്ല മാവായതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അതുപോലെ ഒരു ചിക്കൻ കറി അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുക, വീഡിയോയിലേക്കും കൂടി സ്വാഗതം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചോറ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എൻ്റെ ആവശ്യത്തിനുള്ള ചോറ് ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് തലേ ദിവസത്തെ ചോറ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ പൊടി എടുക്കാൻ കരുതിയത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അരപ്പൊക്കെ ഞാൻ അവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് പൊടി അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതുപോലെ അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പൊടിയിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ കയ്യുമ്മലൊട്ടാതെ വളരെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കയ്യുമ്മലൊന്നും ഒട്ടിയ പ്രശ്നമല്ല, കൈ കഴുകി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെ കൊണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ ഉണ്ടാക്കി ഓരോ മൂലക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഓരോ മൂല ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കുഴച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഭൂരി ഉണ്ടാക്കിയെടുക്കുക, ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭൂരി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഇളം ചുടുവെള്ളം ചേർത്ത് വീണ്ടും ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. വെള്ളം ഏറി കഴിഞ്ഞാൽ പൊടി ഇട്ടെടുക്കുക, പൊടി ഏറിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചെടുക്കുക. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പുതിയ തന്ത്രം. അപ്പോൾ ഇതുപോലെ ചേർത്തെടുത്ത് ഇതിങ്ങനെ കുഴച്ചെടുക്കുക. ഭൂരിക്ക് മാവ് കുഴക്കാൻ എല്ലാവർക്കും അറിയില്ലേ, നന്നായിട്ട് കുഴച്ചെടുത്തെങ്കിലാണ് ഭൂരിയുടെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഓയിലൊക്കെ ചേർത്ത് അരച്ചെടുത്ത ചോറായത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല മിനുസത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി നമുക്ക് അടുത്തായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറിയും തയ്യാറാക്കാൻ പറ്റും. കുക്കർ അടച്ച് വെക്കുക, ഗ്യാസ് ഓണാക്കി കൊടുക്കുക. 1-2 വിസിൽ വന്നാൽ ഗ്യാസ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇനി ചിക്കൻ കറിയിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി എടുത്തിട്ട് നടുക കീറിയിട്ട് തീക്കിട്ട് കൊടുത്താണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, നിങ്ങൾ എത്രയാണോ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകൾ നമ്മൾ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ തക്കാളി ഗ്രേവി ഉണ്ടാകും. തേങ്ങ അരച്ച് പാരേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല, നല്ല ജീരകം കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകം, കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പൂ, പട്ടയുടെ ഒരു കഷ്ണം, ഗ്രാമ്പൂ 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ആ ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഒന്നും കടിക്കത്തില്ല, അതിൽ അലിഞ്ഞു ചേരുന്നതാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പെരുംജീരകമാണ്. പെരുംജീരകം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവയാണ്. ഉലുവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ചതച്ചിട്ട് ഇങ്ങനെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടിയിലുള്ളത് കരിയൊന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത്. ചട്ടിയല്ല കേട്ടോ, ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്യാസിൽ ഇനി നമ്മൾ ചട്ടിയിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുക്കുക, ഗ്യാസ് ഓണാക്കി കൊടുക്കുക. എല്ലാം ചെയ്തിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ച മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കന് നമുക്കിനി ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സുഗന്ധമാണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നത്. നല്ല വാസനയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാരണം ഇതിൽ ഗ്രാമ്പുണ്ട്, പട്ടയുണ്ട്, അതുപോലെ വെളുത്തുള്ളി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, നല്ല ജീരകം, അങ്ങനെ
മല്ലിച്ചപ്പ് എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ് നമ്മൾ ഇതിലേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൽ ഇങ്ങനെ തക്കാളിയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ഗ്രേവിയൊക്കെ ഉണ്ടാവും. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കറിയിലേക്ക് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറു തീയിലിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കല്ല കേട്ടോ, മസാല ഒന്ന് പൊടിപ്പിച്ചെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഗ്യാസ് ഓഫാക്കാൻ സമയത്ത് നമ്മൾ അവസാനമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക, പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഉടൻ തന്നെ ഓഫാക്കി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി കറി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാനൊന്നും സമയമായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഭൂരി പൊരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടിയൊക്കെ നന്ദിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഭൂരിയുടെ മാവ് നമ്മൾ ബോൾസാക്കി എടുക്കാൻ മറന്നു പോകരുത്. നന്നായിട്ട് ബോൾസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പരത്തിയെടുക്കാം. മെഷീനൊക്കെ ഓൾഡ് സ്റ്റോക്കാണ്. നല്ല മെഷീനൊക്കെ ആണെങ്കിൽ 2-3 എണ്ണമൊക്കെ പരത്തണ കാണിക്കും. ഇതിലാട്ട് മെഷീൻ ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് ഭൂരിയുടെ ഇത് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഭൂരിയുടെ മാവുമേലും എല്ലാം വെറുതെ ഒന്ന് ഇങ്ങനെ നമ്മളൊരു ചട്ടകം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് പൊങ്ങി വരുന്നതാണ്. ഇങ്ങനെ വളരെ ഹെൽത്തിയോടും ടേസ്റ്റോടു കൂടിയുള്ള ഭൂരിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിക്കണമെന്ന് ഞാനാണ് പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെയുള്ള ഭൂരിയൊക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയല്ലേ. ഹെൽത്തി രൂപത്തിലുള്ള ഭൂരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും നന്ദിയൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഈ അവസരഘട്ടത്തിൽ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കും അതുപോലെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുനിന്ന കൂട്ടുകാർക്കും ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പാക്കി പോകാൻ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ ഈ കണ്ടോ, അടിപൊളി ഭൂരി തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന തിരക്കൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ഇവിടെ ഈ ഭൂരി മുഴുവനായിട്ട് പൊരിച്ചെടുക്കുന്നില്ല. കുറച്ച് പൊരിച്ചെടുത്ത് ഓഫാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറിയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി തന്നെയായിരുന്നു ഈ ഭൂരി. അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയ ഭൂരിയാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇടാൻ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ലൈക്ക് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് കമൻറ്റും ഇടുക. കമൻറ്റ് ഇട്ടാലല്ലേ എനിക്കറിയുള്ളൂ എത്രത്തോളം വീഡിയോ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല അഭിപ്രായമുണ്ടെങ്കിലൊക്കെ കമൻറ്റ് താഴെ വന്നിട്ട് പോകാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി കണ്ടോളി, അടിപൊളി ടേസ്റ്റാണ്. നല്ല ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി. ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ കുറച്ച് കറി മതി, എങ്കിൽ ധാരാളം നമ്മൾക്ക് ഭൂരി കഴിക്കാനുണ്ടാകും. അപ്പോൾ കുറേ വെള്ളം പാർന്നുകൊണ്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ചിക്കൻ കറി ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ കണ്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ഞാൻ പോവുകയാണ്. ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഭൂരി കണ്ടാൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ ഭൂരി കണ്ടിട്ട് കഴിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ നീട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ വീഡിയോ എന്താ പറയുക, കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. ഭൂരിയൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ആരെങ്കിലും എടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കത് എടുക്കാൻ